നമസ്കാരം. ഉത്സവങ്ങളുടെ നഗരമാണ് തിരുവനന്തപുരം. ഏതുത്സവമായാലും ജാതിമത ഭേദമന്യേ മലയാളികൾ ആഘോഷിക്കാറുണ്ട്. തലസ്ഥാന നഗരിയിൽ ഒരാഴ്ചയോളമായി ആറ്റുകാൽ പൊങ്കാല ഉത്സവത്തിനോടനുബന്ധിച്ച ആഘോഷ രാവുകളായിരുന്നു. ഇന്ന് രാവിലെ മുതൽ ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് നാടും നഗരവും അങ്ങനെ ഭക്തിസാന്ദ്രമായി തീർന്നു. അതേസമയം ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് നിരവധി വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നുണ്ട്. അത്തരത്തിൽ തിരുവനന്തപുരം അരിസ്റ്റോ ജംഗ്ഷന് സമീപമുള്ള ഡോൺ ബോസ്കോ ഹൗസിൽ നടന്ന ആഘോഷ പരിപാടിയുടെ ഒരു വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നത്. അതിന്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ലാറ്റിൻ കാത്തലിക് സഭയിലെ പുരോഹിതനും ഡോൺ ബോസ്കോ ഹൗസിലെ കുട്ടികളും ചേർന്ന് പൊങ്കാലയിടാനെത്തിയ വിശ്വാസികളോടൊപ്പം നൃത്തവും പാട്ടുമായി ഒത്തുകൂടുന്നതാണ് വീഡിയോ. ദൃശ്യങ്ങളുടെ സമീപം പുരോഹിതൻ വാദ്യോപകരണം വായിക്കുന്നതും കാണാവുന്നതാണ്. ഞായറാഴ്ച ദിനം ഡോൺ ബോസ്കോ ഹൗസിലെ പുരോഹിതനടക്കം കുട്ടികളോടൊപ്പം ഒന്നിച്ചാണ് പൊങ്കാല ദിവസം ആഘോഷമാക്കിയത്. തിരുവനന്തപുരത്തെ മറ്റൊരു പ്രധാന പള്ളിയായ പാളയം ക്രൈസ്റ്റ് ചർച്ചും ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ഇന്ന് രാവിലെ നടത്താനിരുന്ന ആരാധനകൾ മാറ്റിവച്ചിരുന്നു. പൊങ്കാലയിടുന്നവർക്ക് ദൈവാലയത്തിന് മുന്നിലുള്ള വീതിയിൽ സൗകര്യമൊരുക്കാനാണ് രാവിലത്തെ ആരാധന ഒഴിവാക്കിയത്. ക്രൈസ്റ്റ് ചർച്ചിൽ സാധാരണ രാവിലെ വിവിധ ഭാഷകളിലുള്ള ആരാധനകളാണ് നടക്കാറുള്ളത്. ഇതിന് പകരം വൈകിട്ട് 5:30 പൊതു ആരാധന നടത്താനാണ് തീരുമാനം. എന്തായാലും മലയാളികളുടെ ഐക്യം തന്നെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.